നിർവഹിക്കാതെ ഈ പരിപാടി നടത്തുവാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ശ്രീ നൗഷാദ് പറഞ്ഞ കാര്യങ്ങൾക്ക്, ശ്രീ ഹഫീസ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യങ്ങൾക്ക് പ്രേമേന്ദ്രൻ എന്നെപ്പോഴും രാഷ്ട്രീയ ഭിന്നതയുണ്ടാവും, രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ശക്തമായി എതിർക്കും, ഞങ്ങളുടെ ബില്ലുകളെ എതിർക്കും, ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിഘോരമായി തന്നെ എതിർക്കുമെങ്കിലും പക്ഷെ ഒടുവിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു ഉപയോഗപ്രദമായ പരിണാമമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു MP കൂടിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ എതിർപ്പെല്ലാം ഒരുപക്ഷെ ഒന്ന് ഓടി ജയിക്കുന്നതിന് വേണ്ടിയുള്ള എതിർപ്പ് മാത്രമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒത്താണ് ഓടുന്നത്, ജയിക്കുന്നതും എല്ലാവരും ഒത്താണ് ജയിക്കുന്നത്, അത് ഈ രാജ്യമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വളരെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ ശ്രീ പ്രേമചന്ദ്രനും. ഇതൊന്നും ഇനി ഒരു വലിയ വിവാദമാക്കി ഇനി പ്രേമചന്ദ്രന്റെ സംഖ്യയാണ്, അരസംഖ്യയാണ്, മുക്കൽ സംഖ്യയാണ് എന്നൊന്നും പറഞ്ഞ് ആരും ആക്രമിക്കേണ്ട. ഇവിടുത്തെ ഈ ബൈപ്പാസിനെ സംബന്ധിച്ച് എത്ര വർഷമാണ് മുടങ്ങിക്കിടന്നത്? എൻ്റെ ഒരു അറിവിൽ 39 വർഷമാണ് മുടങ്ങിക്കിടന്നത്. 7-8 മന്ത്രിമാരുണ്ടായിരുന്നു UPA ഭരണകാലം, അല്ലേ? നൗഷാദിന്റെ പാർട്ടിക്കാരും 4 വർഷം അവരെ താങ്ങിയതാണ് UPA എന്ന് പറഞ്ഞു. അവസാനം ഒരു ന്യൂ ഡീലിന്റെ പേരിൽ മാത്രം 2009 വരുന്ന ഇലക്ഷന് ജനങ്ങളെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് പിന്തുണ പിൻവലിച്ച് പുറത്തു നിന്ന് പിന്തുണച്ച അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ പറയുന്ന 38 വർഷത്തിന് ശേഷം ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു. ആ ബൈപ്പാസ് തീർത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഇരുവരി പാത മാത്രമായിരുന്നു. അല്ല, തുടങ്ങിയതെല്ലാം കറക്റ്റാ, തുടങ്ങി അത് എത്ര കാലം കിടന്നു. അപ്പോ ഇത് ഇത്രയും വർഷമെടുത്ത് ഇരുവരി പാത പൂർത്തീകരിക്കുന്നതിനും ഒരു NDA സർക്കാർ വേണ്ടി വന്നു. മാത്രമല്ല, അന്ന് അപകടങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഇത് തുടങ്ങിയ സമയത്ത് തന്നെ സുധാകരൻ മന്ത്രിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അന്ന് പലയിടത്തും ഫ്ലൈ ഓവറിനും അണ്ടർപാസിനും വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഇവരുടെ കൂടെ ചേർന്ന് ഞാനും അവിടെ രാജ്യസഭ MP എന്ന നിലയ്ക്ക് എൻ്റെ സർക്കാരിനോട് പോയി വാതാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അത് 4 വരിയും 6 വരിയുമായി മാറുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് കോവിഡിന് ശേഷം തുടങ്ങി എന്ന് അത് ഏതാണ്ട് പൂർത്തീകരണത്തിൽ എത്തിയെങ്കിൽ ദിസ് ഇസ് ഗവർണൻസ്, ദിസ് ഇസ് ഗുഡ് ഗവർണൻസ് ആൻഡ് ദിസ് ഇസ് ഓൺലി എക്സലന്റ് ഗവർണൻസ്. ഇത് രാഷ്ട്രീയത്തിന്റെ ബലമല്ല, ഇത് ആർജവമാണ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. അതിൽ നിന്ന് വരുന്ന എന്താണ് എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്? പ്രധാന സേവകൻ എന്നാണ് പറയുന്നത്. We are here to serve. അപ്പൊ അതാണ് ഒരുപക്ഷെ റെയിൽവേയുടെ കാര്യത്തിൽ നൗഷാദും ശ്രീ ഹഫീസും, നൗഷാദിനെ എനിക്ക് നൗഷാദ് എന്ന് വിളിക്കാൻ എന്നേക്കാൾ ചെറുതുമാണ്, ജൂനിയർ ബാച്ച്. അപ്പോ പ്രേമനും ഒക്കെ ഒരുപക്ഷെ അഭിമാനിക്കാം. ഇത് കൃത്യമായി രൂപകൽപ്പന ചെയ്ത്, ഇത് നേരത്തെ തുടങ്ങിയതല്ല. ഈ വികസനം നേരത്തെ ഒന്നും തുടങ്ങി വെച്ചതാണ്. അതെ, അല്ല, ഇത് ആർക്കും ചെയ്യാം. ഇത് ഞങ്ങൾക്കേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നൊരു വാദമില്ല. പക്ഷെ ഞങ്ങൾക്കാണിത് കേരളം മുഴുവനല്ല, ഭാരതം മുഴുവൻ ചെയ്യുവാൻ സാധിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തിലാണ് കുറവുള്ളത്? നാഷണൽ ഹൈവേ, ഞാൻ ഈ പ്രസംഗം മാറ്റി വയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ട്രെയിനിൽ പോകണമെങ്കിൽ. കാരണം ഇതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അതിന്റെ ഫൈനൽ ഡിസൈനിങ് ആൻഡ് ഡിസൈഡിങ് വക്താവെന്ന് പറയുന്നത് ബഹുമാനീയനായ പ്രധാനമന്ത്രി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഇതിലുണ്ട്. പക്ഷെ നമ്മൾ ചില ഫാക്ട്സ് മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ
അത് വെക്കേണ്ട ഒരു അധിക ഉത്തരവാദിത്വം നൗഷാദിനെ പോലെയും പ്രേമേന്ദ്രനെ പോലെയും എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നു, നമ്മളൊരു ഫ്ലൈ ഓവർ ഇവിടെ പണിതപ്പോഴും ഇത് വലിയ ഒരു ഒരു പാകപ്പിഴയാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് തോന്നിയിട്ടുണ്ട്. മുസ്ലിയാർ ബിൽഡിങ്സിന്റെ ആയാലും മ്യൂസിക് ഓഡിറ്റോറിയം, കുമാർ തിയേറ്റർ, പായിക്കട് റോഡ്, ഇതിന്റെ എല്ലാം ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചർ വന്നതോടുകൂടി നശിച്ചു. ഇത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രോജക്റ്റ് തയ്യാറാക്കി ശ്രീ ഹഫീസ് എന്നോട് വന്ന് ആവശ്യപ്പെട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതിന് 10 വർഷം കഴിഞ്ഞ് പുതിയ തലമുറ വന്ന് പറയരുത് നിങ്ങൾ ചെയ്തു വെച്ചത് മണ്ടത്തരമാണ്. ആ തരത്തിൽ അടുത്ത 100 വർഷത്തേക്കുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തി തയ്യാറാക്കി അതുമായിട്ട് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും അവര് ശ്രീ നിതിൻ ഗഡ്കരി ചെയ്യുന്നത്. എന്താണ് ഇതിന് പോംവഴി? SMB പാലസിന്റെ മുമ്പിലുള്ള ആ ഒരു റെയിൽവേ ക്രോസ് കൂടി നമുക്ക് ആ ഒരു കടമ്പ കൂടി തരണം ചെയ്യുന്ന രീതിയിലുള്ള ക്രോസ് ഓവർ റോഡ് ട്രാൻസിറ്റ് പദ്ധതികളെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കാം, ഒരുമിച്ച് പ്രയത്നിക്കാം. പ്രേമേന്ദ്രന് യോജിപ്പില്ലായിരുന്നു, തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ ടേമിനുള്ളിൽ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. എനിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മ, ചരിത്രത്തിൽ ഒരുപക്ഷെ ആ പഴയ റെയിൽവേ സ്റ്റേഷൻ പൊളിച്ചത് ഞാൻ അറിയുന്നത് 1 വർഷത്തിന് ശേഷം. ചങ്കത്ത് ബുൾഡോസർ കയറ്റിയ ഒരു എഫക്റ്റ് ആയിരുന്നു. എനിക്കത് സത്യൻ മാഷൊക്കെ വന്ന് ഈ കൈവണ്ടിയിൽ സൈക്കിൾ റിക്ഷയിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ച ഇന്നും മ്യൂസിയത്തിന്റെ അതേ മൂല്യത്തോടെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ആ സിനിമയിലാണ് എൻ്റെ അരങ്ങേറ്റം കുറിച്ചത്. എൻ്റെ അച്ഛനും സത്യൻ മാഷ് വലിച്ചുകൊണ്ട് പോകുന്ന ആ സൈക്കിൾ, വലിച്ചുകൊണ്ട് പോകുന്ന സൈക്കിൾ റിക്ഷയാണ്. അതിൽ വന്ന് ഗാർഡായിട്ട് അവിടെ ഇറങ്ങുന്ന കാഴ്ചകൾ ഉണ്ട്. ആ സ്റ്റേഷൻ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരു മ്യൂസിയം പോലെ ഈ പറയുന്ന പുതിയ പണിത് തീർത്ത് വരുന്ന ഒരു കോൺകോഴ്സിന് കീഴിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് കീഴിൽ അതുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1.5-2 മാസം മുമ്പ് ഇവിടെ വന്ന് ഈ ചൈന പാലസ് കണ്ടതും അതിന് പുനരുജ്ജീവിപ്പിച്ച് പഴയ ഒരു ചരിത്ര സ്മാരകം ഈ പുതുമ നിറഞ്ഞ റെയിൽവേ ഉപയോഗ അന്തരീക്ഷത്തിൽ അത് നിലനിർത്തിയെടുക്കണമെന്ന് പറയുന്ന ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുള്ള ആദ്യത്തെ നോഡ് റെയിൽവേ മിനിസ്റ്ററുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കണം ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരിക്കണം, ടൂറിസത്തിന്റെ കൈവശമായിരിക്കണോ, മുനിസിപ്പാലിറ്റിയുടെ കൈവശമായി, കോർപ്പറേഷന്റെ കൈവശമായിരിക്കണോ, അതോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം എന്നൊക്കെയുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും ആ വഴിക്കുള്ള പ്രവർത്തനങ്ങൾ കൊല്ലംകാരനായിട്ട് തന്നെ അല്ലെങ്കിൽ മലയാളിയായിട്ട് തന്നെ പ്രവർത്തിക്കും. ഞാൻ തൃശ്ശൂർക്കാരോടും പറഞ്ഞിട്ടുണ്ടല്ലോ പല ആവർത്തി. അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ ലാഭം ചെയ്യാൻ വേണ്ടി ചില വെട്ടും കുത്തുമായിട്ടൊക്കെ പലരും ഇറങ്ങും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. കേരളത്തിനല്ല ഭാരതത്തിനാണ് ഒരു മന്ത്രിയെ നരേന്ദ്രമോദി നിങ്ങൾ എന്നിലൂടെ തന്നതെങ്കിൽ എന്റെ പ്രവർത്തനം ആ മേഖലയിലായിരിക്കും. കേരളത്തെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിന്റെ ഒരുപാട് ചോറുണ്ടതാണ് നിങ്ങൾ എൻ്റെ ഈ തൊലിയിലും എൻ്റെ ഈ രക്തഓട്ടത്തിലും ഒക്കെ കാണുന്നത്. ആ നന്ദി എനിക്ക് പ്രകടിപ്പിച്ച് തിരിച്ചു പോകാൻ കഴിയും.